Friends, I am Gigi Koshi. In the number Adenium propagation ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Adenium അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന ഈ ചെടിയെ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് തന്നെ നോക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് സീഡ് പ്രൊപ്പഗേഷൻ ആണ്. 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റിൽ ഇതുപോലുള്ള സീഡ് പോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സീഡ് പോട്ട്സ് നല്ല വെയിലൊക്കെ കൊണ്ട് ഗ്രീൻ കളറിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അതിനുശേഷം സീഡ് പോട്ട്സ് ഒക്കെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് സീഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ പോർഷനാണ് ആക്ച്വലി പൊട്ടിത്തുടങ്ങുന്നത്. ഇനി നമുക്ക് ബ്രൗൺ കളറായിട്ട് പൊട്ടിയ കുറച്ച് സീഡ്സ് കാണാം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് സീഡ്സ് ഇതിനകത്ത് നമുക്ക് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ സീഡ്സ് ഒക്കെ കാറ്റത്ത് പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ. അതുകൊണ്ട് ഈ സീഡ് പോഡ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഒരു നൂല് വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സീഡ് പോഡ് പൊട്ടുമ്പോൾ കാറ്റത്ത് ഒരു സീഡ് പോലും പറന്നു പോവുകയുമില്ല. ഈ സീഡ്സ് അപ്പൂപ്പൻ താടി പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സീഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. Hi everyone, I'm going to tell you about Appupan Tadi, and I already picked it, and now I'm going to put it in the Appupan Tadi, and I'm going to put the seed in it. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത സീഡ്സ് ആണിത്. ഇനി ഇത് നടുന്നതിന് മുൻപായിട്ട് ഞാൻ 2 ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ്. ഒന്നിൽ മാത്രം ഞാൻ ഒരു പിഞ്ച് ആന്റി ഫംഗൽ പൗഡർ ഇട്ട് കലർത്തി കൊടുക്കുന്നു. മറ്റൊരു ബൗളിൽ പച്ചവെള്ളം തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ ഫംഗൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സീഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആന്റി ഫംഗൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുൻപ് പ്ലെയിൻ വാട്ടറിൽ തന്നെ ഒരുപാട് വട്ടം സീഡ്സ് ഇട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആന്റി ഫംഗൽ പൗഡർ ഇല്ല എന്ന വിഷമം വേണ്ട. ഫംഗൽ അറ്റാക്ക് വലിയ രീതിയിൽ ഈ സീഡ്സിൽ ഉണ്ടാവാറില്ല. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സീഡ്സ് എടുത്ത് നടാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 60% മണലും 40% ഗാർഡൻ സോയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പോട്ടിംഗ് സോയിലിലേക്ക് നമുക്ക് സീഡ്സ് നട്ടുകൊടുക്കാം. സീഡ്സ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾസ് നിങ്ങൾ എടുക്കുന്ന പോട്ടിനുണ്ടാവണം. ഇതിപ്പോൾ ഞാനൊരു പേപ്പർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ ഇതിനെ ഷെയ്ഡിൽ വെക്കുക. അതുപോലെ വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സീഡ്സ് ഫ്രഷ് ആണെങ്കിൽ 1 വീക്ക് കൊണ്ട് മസ്റ്റായിട്ട് ഇത് കിളിച്ച് വരും. അത് ഫ്രഷ് അല്ലെങ്കിൽ മാത്രമേ കുറച്ച് നാൾ എടുക്കത്തുള്ളൂ. നട്ട് കഴിഞ്ഞ് സീഡ്ലിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എപ്പോഴും താഴേന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞിലകളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും താഴേന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം അഡീനിയം തൈകൾ വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അഡീനിയത്തിന്റെ സീഡ് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സീഡ് പ്രൊപ്പഗേഷൻ മാത്രമല്ല, സ്റ്റെം പ്രൊപ്പഗേഷനിലൂടെയും നമുക്ക് അഡീനിയം പ്ലാന്റിനെ വളർത്താവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് നല്ല ഒരു സ്റ്റെം നോക്കി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്രിക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്തി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതായിരിക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ സ്റ്റെം കട്ടിങ് 2 ദിവസമെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും അതിനകത്തൊരു സ്കാർ ഉണ്ടാകും. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കട്ടിങ്സിന്റെ ഭാഗത്ത് ഒരു നനവ് ഉണ്ടാകും. അത് പ്ലാന്റിന്റെ സാപ്പാണ്. ഈ നനവോടുകൂടി നട്ടാൽ ഫംഗൽ അറ്റാക്ക് ഉണ്ടാകും. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിനെ റൂട്ടിംഗ് ഹോർമോണിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സറൗണ്ടിങ്സിലേക്ക് റൂട്ടിംഗ് ഹോർമോൺ പറ്റുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോൺ ഇല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടി യൂസ് ചെയ്താലും മതി. അതും നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ തന്നെയാണ്. അതിനുശേഷം നമുക്ക് പോട്ടിലേക്ക് നട്ടുകൊടുക്കാം. നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോൾസ് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ചുടുകട്ടയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ സീഡ് പ്രൊപ്പഗേഷൻ ചെയ്ത പോലെ തന്നെ മണ്ണുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സ്റ്റെമ്മ് നട്ടുകൊടുക്കാവുന്നതാണ്. ഈ പോട്ടിനെ വലിയ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വാട്ടറിങ് പാടില്ല. ജസ്റ്റ് നനവ് മാത്രമേ ആവശ്യമുള്ളൂ. അത് മനസ്സിലാക്കി വേണം നമ്മൾ വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കാൻ. 1.5 മാസം മുമ്പേ ഇതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്റ്റെമ്മാണ് ഈ നട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പുതിയ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ റൂട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുമുണ്ട്.
നമ്മൾ സീഡിട്ട് ക്ലിപ്പിച്ചെടുക്കുന്ന പ്ലാന്റിന് ഇതുപോലത്തുള്ള കോഡക്സ് കാണും. കോഡക്സ് എന്ന് പറയുന്നത് ഈ ബൾബ് ലൈക്ക് ഷേപ്പിനെയാണ്. ഈ കോഡക്സിനകത്താണ് അഡീനിയം പ്ലാന്റിൻ്റെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കോഡക്സ് നമുക്ക് ഈ സീഡ് പ്രൊപ്പഗേഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ സ്റ്റെം കട്ടിംഗ് പ്രൊപ്പഗേഷൻ നടത്തുകയാണെങ്കിൽ കോഡക്സ് രൂപപ്പെടുകയില്ല. സോ ഇന്നത്തെ അഡീനിയം പ്രൊപ്പഗേഷൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.